ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്യൂൻ ഓഫ് ടേസ്റ്റി ആൻഡ് ടിപ്സ് എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ രാവിലെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു നീർദോശയും അതിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു തക്കാളി ചട്നിയുടെയും റെസിപ്പിയായിട്ടാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ദോശയും ചട്നിയും നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് നീർദോശയ്ക്ക് വേണ്ടുന്ന പച്ചരി ഒന്ന് കുതിർത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം ഒരു 3-4 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. കുതിർത്തെടുത്ത പച്ചരി ഈ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ഈ നീർദോശയിലേക്ക് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനിയും ഒരു 3 ചെറിയുള്ളിയും 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്കിനി ഈ അരി അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് നല്ലതുപോലെ ഒട്ടും തന്നെ തരിയില്ലാതെ അരച്ചെടുക്കാം. അരി ഇവിടെ ഞാനിത് നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കിനി ഈ മാവ് നല്ല ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2.5 കപ്പ് വെള്ളമാണ് മൊത്തം എടുത്തിട്ടുള്ളത്. ആദ്യം അരി അരയ്ക്കുമ്പോൾ 1/2 കപ്പും പിന്നെ 2 കപ്പ് വെള്ളവും കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തു. ഇപ്പോഴിത് ഈ മാവ് നല്ല ലൂസായി നല്ല വെള്ളം പോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് നീർദോശയ്ക്ക് വേണ്ടുന്ന മാവ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഈ ദോശ തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്ന ചട്നി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള 2 തക്കാളി, ഒരു സവാള, 6-7 ചുവന്നുള്ളി, ഒരു 4 വെളുത്തുള്ളി, 4-5 എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക്, പിന്നെ ഒരു 2 പച്ചമുളകും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകവും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ചട്നിയിലേക്ക് വേണ്ടുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ വറ്റൽമുളക് നമുക്ക് ഇതിലേക്കിട്ട് മൂപ്പിച്ചെടുക്കാം. വറ്റൽമുളക് നല്ലതുപോലെ തന്നെ മൂത്ത് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകമെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചുവന്നുള്ളിയും സവാളയും പച്ചമുളകും കൂടെ ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയിലേക്ക് നമുക്ക് അല്പം ഉപ്പും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ നല്ലതുപോലെ തന്നെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഇത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിത് അടപ്പ് തുറന്ന് ഒന്നിളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഇത് നമുക്ക് അരച്ചെടുക്കാം. ഈ തക്കാളി തണുത്ത് കിട്ടുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു തവ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഈ മാവ് നല്ലതുപോലെ ഒന്ന് കലക്കിയതിന് ശേഷം നമുക്കിതിൽ നിന്ന് ഒരു തവി മാവെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ തവ പിടിച്ചൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മാവ് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ എത്തുന്നതായിരിക്കും. നല്ലതുപോലെ തന്നെ നമ്മുടെ മാവ് ഒഴിച്ചപ്പോൾ തന്നെ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ ദോശ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു ചട്ടകം ഉപയോഗിച്ച് ഇത് 2ആയിട്ട് മടക്കി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഈ ദോശ നമ്മൾ വളരെ നൈസായിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മുറിഞ്ഞു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമുക്കിത് മടക്കി വേണം ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റാൻ.
ഇതിലും കുറച്ച് നേരം കൂടി വെച്ച് കൊടുത്താൽ ഇത് നല്ലതുപോലെ തന്നെ മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്കിത് കറി കൂട്ടാതെ തന്നെ കഴിക്കാവുന്നതാണ്. പക്ഷേ തക്കാളി ചമ്മന്തിയുടെ കൂടെ കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് നമ്മുടെ ഈ നീർദോശ. അങ്ങനെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ നീർദോശ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. ഇത് അരി അരച്ച് പുളിക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അരച്ച് അപ്പോൾ തന്നെ നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്കിതെല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയിൽ വരുന്നവരെ താങ്ക്